ബാലിയിൽ ഈ ഒരു സാഹചര്യത്തിൽ അവരെങ്ങനെയാണ് ആ ഒരു സംസ്കാരത്തെ നിലനിർത്തുന്നത്? അവരുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? എനിക്ക് തോന്നിയിട്ടുള്ളത് ബാലിയിലെ ബുദ്ധിജീവികൾ എന്ന് പറയുന്നവരാണ് ഈ ഹിന്ദു റിനൈസൻസിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ബാലിയിൽ ഒരു പത്രം, ബാലി പോസ്റ്റ്, ആ ബാലി പോസ്റ്റാണ് അവിടെ ഹിന്ദുമതത്തെ ഈ രീതിയിൽ നിലനിർത്തുന്നതിൽ മുൻകൈ എടുത്തിട്ടുള്ളത്. ഒരു കുടുംബമാണ് നടത്തുന്നത് ഇപ്പോഴും അവർ തന്നെ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ. ആ കോളേജുകളിലൊക്കെ പഠിച്ച് ഇറങ്ങിയിട്ടുള്ള കുട്ടികൾ, അവർ ചിലരൊക്കെ ഇന്ത്യയിൽ വന്നിട്ടാണ് പഠിച്ച് തിരികെ പോയിട്ടുള്ളത്. ശാന്തിനികേതനിൽ ഒക്കെ പഠിച്ചിട്ട് അവർ തിരികെ പോയിട്ടുള്ളവർ. അവരവരുടെ കൾച്ചറിനോട് അങ്ങേയറ്റം സ്നേഹം കാണിക്കുന്നവരാണ്. ഇന്ത്യയിൽ നേരെ മറിച്ചാണ്. പഠിച്ച് പുറത്തിറങ്ങിയാൽ പിന്നെ ഇതിനെ എങ്ങനെ അവഹേളിക്കാം എന്നാണ് അവരുടെ ഇത്. അവർ പലരും പുറത്തു പോയിട്ടൊക്കെ പഠിച്ചു വരുന്നവർ ഈ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. ബാലിദ്വീപിൻ്റെ പൊതുവായ ഒരു പ്രത്യേകതയായിട്ട് മൊത്തത്തിൽ അങ്ങ് പോകുമ്പോൾ കണ്ടത്, പൊതുവായി പറയുമ്പോൾ ബാലിദ്വീപിനെ ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് പറയുമ്പോൾ എങ്ങനെ പറയാൻ കഴിയും? ബാലി നിലനിന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ബാലിയെ കീഴടക്കാൻ വേണ്ടിയിട്ട് ജാവയിലെ സുൽത്താൻമാർ ശ്രമിച്ചിരുന്നു, കഠിനമായി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ബാലിക്കാരുടെ ഭാഗ്യം എന്ന് പറയുന്നത് ആ ശ്രമം അങ്ങനെ വിജയത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് ഡച്ചുകാർ അവിടെ എത്തുന്നത്. ജാവയിലത്തെ സുൽത്താൻമാർ ബാലിയെ കീഴടക്കിയിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ബാലിയുടെ വൈവിധ്യം നമുക്ക് അവിടെ കാണാൻ ഒരിക്കലും സാധ്യമാവില്ല. ബാലിയിൽ ഒരു വില്ലേജിൽ, ഒരു ഗ്രാമത്തിലുള്ള ഈ ചടങ്ങുകൾ അല്ല അടുത്ത ഗ്രാമത്തിൽ ഉണ്ടാവുന്നത്. അത് പല ഗ്രന്ഥകാരന്മാരും അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബാലിയെ പഠിക്കണമെങ്കിൽ നമുക്ക് ബാലിക്ക് ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു കൾച്ചറുണ്ടെന്ന് നമുക്ക് പറയാൻ നിവൃത്തില്ല. ഒരു ക്ഷേത്രവും മറ്റേ ക്ഷേത്രവും തമ്മിൽ അത്ര വലിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ മുസ്ലിം ഭരണമാണ് ഇവിടെ വന്നിരുന്നതെങ്കിൽ ഇതൊക്കെ യൂണിഫോം ആയിട്ട് മാറാൻ ഏതാനും മാസം മാത്രമേ വേണ്ടി വരുമായിരുന്നുള്ളൂ. ഡച്ചുകാർ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു അത്ഭുത ദ്വീപാണ്, ഈ ദ്വീപിനെ വിറ്റ് കാശാക്കാൻ പറ്റും. അതാണ് അവർ മനസ്സിലാക്കിയത്. കാരണം യൂറോപ്പിലുള്ള സഞ്ചാരികളെ, വിനോദസഞ്ചാരികളെ മുഴുക്ക ഇവിടെ കൊണ്ടുവന്നാൽ ഡച്ചുകാരൻ ലോകത്തിലെ ഏറ്റവും നല്ല കച്ചവടക്കാരൻ കൂടിയാണ്. അതുകൊണ്ട് കാശുണ്ടാക്കാം എന്നാണ് അവർ കരുതിയത്. അതുകൊണ്ട് തന്നെയാണ് വിദേശ മിഷണറിമാരെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അകറ്റേണ്ടി വന്നത്. മിഷണറിമാർ വന്ന് ബാലിയെ ഒരു യൂണിഫോം ഒരു ശൈലിയിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ ബാലിയിൽ ഒന്നും കാണാനില്ല, ആരും പിന്നെ ഇവിടേക്ക് വരില്ല. ഡച്ചുകാരുടെ കാൽക്കുലേഷൻ ശരിയായി. ഇന്നും ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ വരുന്നത് ജാവയിലല്ല, ബാലിയിലാണ്.